മോദി ഭരണകൂടത്താൽ ഈ രാജ്യ തലസ്ഥാനത്തിന്റെ തെരുവുകളിൽ വലിച്ചിഴക്കപ്പെട്ട വിനേഷ് ഫോഗട്ട് എന്ന ഹരിയാനക്കാരി ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുമ്പോൾ, അത് ഈ രാജ്യം വല്ലാതെ ആഘോഷിക്കുമ്പോൾ, ഒരു വിഭാഗത്തിന് മാത്രം അതിൽ വലിയ സങ്കടമുണ്ടാകും. സോഷ്യൽ മീഡിയ നോക്കിയാൽ അത് ആരാണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാവുകയും ചെയ്യും. സംഘികളും അവരുടെ ആശാൻ മോദിയും വല്ലാത്ത നിരാശയിലാണ്. വിനേഷ് ഫോഗട്ടിന്റെ ഈ ചരിത്ര നേട്ടത്തെ, ഈ പകരം വീട്ടലിനെ ഏറ്റവും നന്നായി ദൃശ്യവൽക്കരിച്ചുകൊണ്ട് സതീഷ് ആചാര്യ എന്ന പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റിന്റെ ഒരു കാർട്ടൂൺ പുറത്തു വന്നിട്ടുണ്ട്. ആ മനോരോഗിയായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ മലർത്തിയടിക്കുന്ന വിനേഷ് ഫോഗട്ടിന്റെ ഒരു ചിത്രം. വിനേഷ് ഫോഗട്ട് നേടിയ ഈ മഹാവിജയത്തെ അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുന്നതിനേക്കാൾ അപ്പുറത്ത് രാഷ്ട്രീയമായി തന്നെ ഈ രാജ്യം കാണുന്നുണ്ട് എന്നതിന്റെ അടയാളപ്പെടുത്തലാണ് സതീഷ് ആചാര്യയുടെ ആ കാർട്ടൂണിന് വിനേഷ് ഫോഗട്ട് ഈ നേട്ടം സ്വന്തമാക്കിയതിന് പിന്നാലെ തന്നെ കിട്ടിയ വലിയ സ്വീകാര്യത. ആ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന സ്ത്രീ വിരോധിയായ സ്ത്രീലമ്പടനായ മനുഷ്യന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം, ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയായ പാർലമെന്റ് അടക്കം താലപ്പൊലിയെടുത്തു നിന്ന ഘട്ടത്തിൽ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്ന, മോദിയുടെയും ഷായുടെയും പോലീസിന്റെ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ പെൺകുട്ടികൾക്ക് അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തായി പാരീസ് ഒളിമ്പിക്സിൽ ഒരു മെഡൽ ലഭിക്കാൻ പോകുന്നു എന്നത് ചെറിയ കാര്യമല്ല. മോദിയുടെ നേതൃത്വത്തിലുള്ള സിസ്റ്റത്തെ തോൽപ്പിച്ചാണ് വിനേഷ് ഫോഗട്ട് ആ നേട്ടത്തിലേക്ക് എതിരാളികളെ മലർത്തിയടിച്ചെത്തിയത്. ശരിക്കും മോദിയുടെ അഹന്തയ്ക്ക്, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ അഹന്തയ്ക്ക്, BJP നേതൃത്വത്തിന്റെ അഹന്തയ്ക്ക് ഇത്രയും പച്ചയായി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് തെറ്റുകാരനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അയാൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാതിരുന്ന, ഒടുവിൽ അയാൾക്ക് പകരം അയാളുടെ മകന് MP സ്ഥാനം നൽകി അയാൾ വാഴ്ത്തിപ്പാടാൻ ശ്രമിച്ച ആ സംഘപരിവാർ നീക്കത്തിനുള്ള കരണത്തടിയായി വിനേഷ് ഫോഗട്ടിന്റെ ഈ വിജയം ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. സംഘികൾ ഒഴികെയുള്ള മുഴുവൻ മനുഷ്യരും പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യക്ക് ഉറപ്പായ ആ വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ മെഡലിനെ കുറിച്ച് വാചാലരാകുമ്പോൾ BJPയുടെ എക്കോസിസ്റ്റം മുഴുവൻ നിരാശയിലാണ്, അവർ മൗനത്തിലാണ്. ഇപ്പോൾ ഒരു പുതിയ കാര്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ സർക്കാരിനെതിരെ വലിയ സമരമൊക്കെ ചെയ്തിട്ടും, മോദിക്കെതിരെ ഒരു പ്ലാൻഡ് ഓപ്പറേഷൻസ് നടത്തിയിട്ടും ഈ വിനേഷ് ഫോഗട്ടിന് പാരീസ് ഒളിമ്പിക്സിന് പോകാനുള്ള വിസ തയ്യാറാക്കി കൊടുത്തത്, അത് എളുപ്പത്തിൽ ലഭ്യമാക്കി കൊടുത്തത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിൽ കൂടിയാണ്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് വിനേഷ് ഫോഗട്ട് ഒരു ട്വീറ്റൊക്കെ ഇട്ടിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്താണ്. ഒളിമ്പിക്സിന് പോകാൻ ഒരു ഇന്ത്യൻ കായിക താരത്തിന് വിസ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ വാശി തീർക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഈ വിനേഷ് ഫോഗട്ട് ഈ സമരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ നടന്ന യോഗ്യതാ മത്സരത്തിൽ ഒരു വട്ടം പരാജയപ്പെട്ടപ്പോൾ അവരെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഗുസ്തിയല്ല പറഞ്ഞിട്ടുള്ളത് വേറെ പണിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്ന സംഘികളെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ ഉറപ്പിച്ച ആ വനിതയെ അഭിനന്ദിക്കാൻ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും വൈരുദ്ധ്യമുള്ള കാര്യം. ഇനി ഈ രാജ്യം കാത്തിരിക്കുന്നത്, സാധാരണ ഈ മെഡൽ ജേതാക്കളെയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ച് എന്റെ പ്രയത്നം കൊണ്ടാണ് നിങ്ങൾക്ക് മെഡൽ കിട്ടിയത് എന്ന് പറയാറുണ്ടല്ലോ. ആ മെഡൽ ജേതാക്കളെക്കാൾ വലിപ്പത്തിൽ നരേന്ദ്രമോദിയുടെ പടം വച്ചടിച്ച് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ വിനേഷ് ഫോഗട്ടിനെ ഒരു വട്ടം വിളിക്കാൻ നരേന്ദ്രമോദി തയ്യാറാകുമോ? മാസങ്ങളോളം നരേന്ദ്രമോദിയുടെ മൂക്കിന് കീഴെ രാജ്യ തലസ്ഥാനത്ത് തെരുവിൽ വേദനയോടെ ഇരുന്നപ്പോൾ, കരഞ്ഞ് നിലവിളിച്ചപ്പോൾ, ഒരു വട്ടം പോലും നീ ഞങ്ങളുടെ പുത്രിയാണ്, നീ ഞങ്ങളുടെ അഭിമാന താരമാണ്, ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും ലോക ചാമ്പ്യൻഷിപ്പിലുമൊക്കെ ഈ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ താരമാണ് മകളെ, നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് ഒരു വട്ടം പോലും വിളിക്കാതിരുന്ന നരേന്ദ്രമോദി ഈ ഒളിമ്പിക്സിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ത്യക്ക് ഒരു വെള്ളി മെഡൽ അല്ലെങ്കിൽ ഒരു സ്വർണ്ണ മെഡൽ സമ്മാനിക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കാൻ വിളിക്കുമോ? നീ ഞങ്ങളുടെ അഭിമാനമാണ് എന്ന് പറഞ്ഞ്
അങ്ങനെ ഒരു വിളിക്ക് വേണ്ടി ഈ രാജ്യം കാതോർത്തിരിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ചിത്രത്തിനൊപ്പം വിനേഷ് ഫോഗട്ടിന്റെ ചിത്രം വച്ചടിച്ച് സംഘികൾ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നത് കാണാൻ ഈ രാജ്യം കാത്തിരിക്കുന്നുണ്ട്. അത് നരേന്ദ്രമോദി തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നാം കാണേണ്ടുന്ന കാഴ്ച. ശരിക്കും ആലോചിച്ചു നോക്കൂ. ഈ സിസ്റ്റത്തോട് മുഴുവൻ പടപൊരുതിയാണ് അവർ വന്നത്. നെഗറ്റിവിറ്റികളുടെ ആഘോഷമായിരുന്നു. അതിനിടയിൽ അവർക്ക് കാൽമുട്ടിലെ ലിഗമെന്റ് മാറ്റിവെക്കേണ്ടുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകേണ്ടി വന്നു. അവിടെ നിന്ന് ലോക ചാമ്പ്യനെ ഇതുവരെ തോൽക്കാത്ത ജപ്പാൻ താരത്തെ പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ച് ഫൈനൽ വരെ എത്താനുള്ള ആ ഉജ്ജ്വല പോരാട്ടം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അവരുടെ മനസ്സിലെ നിശ്ചയദാർഢ്യത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. തങ്ങൾക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ മുഴുവൻ, മെഡലുകൾ മുഴുവൻ ഗംഗാ നദിയിൽ ഒഴുക്കാൻ കണ്ണീർ വാർത്ത് പോകേണ്ടി വന്ന ആ ഇടത്തു നിന്നാണ് പാരീസിൽ മെഡൽ പോഡിയത്തിൽ കയറി നിൽക്കാൻ വിനേഷ് ഫോഗട്ടിന് സാധിക്കുന്നത് എന്നത് നാം ഓർക്കണം. ഒരു വേള നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും നദ്ദയായാലും കായിക മന്ത്രിയായിരുന്ന അനുരാഗ് ഠാക്കൂർ ആയാലും എന്തിന് നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ മലയാളിയായ PT ഉഷയായാലും ഒരു നല്ല വാക്ക് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ ഒരു ഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല. അവരെ തെരുവിലൂടെ വലിച്ചിഴച്ച് ഡൽഹി പോലീസിന് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ സംഘപരിവാറുകാർ ക്യൂ നിൽക്കുകയായിരുന്നു. അവിടെ നിന്നാണ് വിനേഷ് ഫോഗട്ടിനെ പോലെയുള്ളവർ ഈ നേട്ടത്തിലേക്ക് എതിരാളികളെ പരാജയപ്പെടുത്തി കടന്നു വരുന്നത് എന്നത് ആ സതീഷ് ആചാര്യ വരച്ചിട്ട ആ മനോഹര ചിത്രത്തിനേക്കാൾ സുന്ദരമായി ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാകില്ല തന്നെ. ഒരു സിസ്റ്റത്തോടാണ് അവർ പൊരുതി ജയിച്ചത്. ശരിക്കും നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒളിമ്പിക്സിന്റെ യോഗ്യതയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് നടന്ന മത്സരങ്ങളിൽ ഒന്നിൽ അവർ പരാജയപ്പെട്ടപ്പോൾ ഇത്തിരി ദയനീയമായാണ് പരാജയപ്പെട്ടത്. 10-0 എതിരാളിയോട് തോറ്റത്. അന്ന് എന്തെല്ലാം അഭ്യാസമായിരുന്നു ഈ സംഘികൾ കാട്ടിയത്, എന്തൊക്കെ അപരാധമായിരുന്നു അവർക്കെതിരെ പറഞ്ഞു വരുത്തിയത്. അപ്പോഴും അവർക്ക് പ്രതീക്ഷയേകിക്കൊണ്ട് അവർക്കത് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം നിന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ആഹ്ലാദത്തിന്റെ തിരകൾ ഉയർത്തുന്നതാണ് വിനേഷ് ഫോഗട്ടിന്റെ ഈ മഹത്തായ ജയം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരിക്കും ഒരു വട്ടം പോലും നരേന്ദ്രമോദി ഈ വിനേഷ് ഫോഗട്ടിന്റെയോ സാക്ഷി മാലിക്കിന്റെയോ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനാൽ പീഡിപ്പിക്കപ്പെട്ട മനോവേദന ഉണ്ടായ കായിക താരങ്ങളുടെയോ വേദന തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയമായി തങ്ങൾക്ക് ഏറ്റവും വലുത് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആണ് എന്ന് പറഞ്ഞു നിന്ന BJP നേതൃത്വം ഈ രാജ്യത്തിന്റെ അഭിമാനങ്ങളായ കായിക താരങ്ങളെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ അവരെ വലിച്ചു വെച്ചാലും കുഴപ്പമില്ല എന്ന മനോഭാവം കാട്ടിയതിന് വിനേഷ് ഫോഗട്ടിന് ഇതിലും സുന്ദരമായി പകരം വീട്ടാനാകില്ല. അതുകൊണ്ട് തന്നെ വിനേഷിന്റെ ഈ ജയത്തിന്, അത് സ്വർണമായാലും വെള്ളിയായാലും, പത്തരമാറ്റു തിളക്കമുണ്ട്.